ഈ രക്തം കൊതിക്കുന്ന അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഈ പുള്ളിക്ക് ഒരു വിഷയം വന്ന് പ്രശ്നം വന്ന് പുള്ളിക്ക് ഇറങ്ങി ആത്മഹത്യ ചെയ്താ പുള്ളിയുടെ ആത്മാവ് വന്ന് എല്ലാവരും സഹായിക്കുന്നതാണ് വിചാരം. ഈ ഫ്ലാറ്റ് ഇരിക്കുന്ന സ്ഥലം പണ്ടൊരു കായലായിരുന്നു. ഒരു ബോട്ട് അപകടത്തിൽ ദുർമരണപ്പെട്ട ആത്മാക്കളാണ് തന്നെ. സത്യത്തിൽ ഈ പുനർജന്മവും പൂർവ്വജന്മവും ഉള്ളത് തന്നെയല്ലേ? അപ്പൊ അടുത്ത ജന്മത്തിൽ എന്തൊക്കെയായിരുന്നു ആഗ്രഹം അത് തീർക്കാൻ വേണ്ടി അടുത്ത ജന്മം എടുത്ത് ഈ ജന്മത്തിൽ അദ്ദേഹം രാജാവിന്റെ മന്ത്രിയായി. നമസ്കാരം. പുനർജന്മവും പൂർവ്വജന്മവും ഉണ്ട്. കഴിഞ്ഞ ദിവസം അബാക് മീഡിയ ടെലികാസ്റ്റ് ചെയ്ത അലക്സാണ്ടർ ജേക്കബ് IPSന്റെ ഒരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും മുഖ്യധാരാ മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകളിലുമൊക്കെ വാർത്തകളിൽ നിറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തെ പറ്റിയുള്ള പരാമർശം. ഈ വിഷയത്തിലാണ് ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുജോ രാജൻ ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, നമ്മൾ ടെലികാസ്റ്റ് ചെയ്തൊരു എപ്പിസോഡ്, അതിൽ അലക്സാണ്ടർ ജേക്കബ് IPS പറയുന്നു അദ്ദേഹം പൂർവ്വജന്മത്തിൽ അമ്പലപ്പുഴ മഹാരാജാവിന്റെ മന്ത്രിയായിരുന്നുവെന്നും അദ്ദേഹത്തെ കൊന്ന് അച്ചൻകോവിലാറ്റിൽ എറിഞ്ഞതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തുടർന്ന് അങ്ങ് എപ്പിസോഡ് കണ്ടിട്ടുണ്ടാകും വിചാരിക്കുകയാണ്. സത്യത്തിൽ ഇതിനെ ഒരു പരിഹസിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഒക്കെ ഒരുപാട് പേർ, ചില ക്രൈസ്തവ മതങ്ങളിലെ മായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്യുന്ന ചാനലുകൾ അടക്കം വിമർശനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ചില മുഖ്യധാരാ മാധ്യമങ്ങളുടെ വെബ്സൈറ്റിൽ ഇത് വാർത്തയായി വന്നിരിക്കുന്നു. ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയം. സത്യത്തിൽ ഈ പുനർജന്മവും പൂർവ്വജന്മവും ഉള്ളത് തന്നെയല്ലേ? പുനർജന്മവും പൂർവ്വജന്മവും ഒക്കെ ഉള്ളതാണ്. രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പുനർജന്മം എന്ന് പറഞ്ഞ് ഇപ്പം മരിച്ച ഒരാൾ തന്നെ ആ ഓർമ്മയൊക്കെ വെച്ചും കൊണ്ട് വേറൊരു സ്ഥലത്ത് പുനർജനിക്കാറുണ്ട്. ഇപ്പം ജനിച്ചു കഴിയുമ്പോൾ തന്നെ പഴയ ഓർമ്മകളെല്ലാം കാണും. അങ്ങനത്തെ ജന്മങ്ങളുണ്ട്. പിന്നെ ഒരു ജന്മത്തിൽ നിന്ന് ആത്മീയമായി പലതും പഠിച്ച് ഒരു ലെവലായി പലതും തെറ്റിപ്പോവും, പലതും ശരിയാവും. ജന്മം കഴിഞ്ഞു, മരണപ്പെട്ടു, എങ്ങനെയൊക്കെ മരിച്ചു. ബാക്കി പഠിക്കാനായിട്ട് വരുന്ന അടുത്ത ജന്മമുണ്ട്. അത് കഴിഞ്ഞ ജന്മം ഓർമ്മ കാണൂല. പഠിച്ച തത്വങ്ങൾ മാത്രമേ ഓർമ്മ കാണുള്ളൂ. ആ ജന്മത്തിൽ ആ പഠിച്ച തത്വം ഒരിക്കലും അവർ തെറ്റിക്കില്ല. അതുകൊണ്ടാണ് ചിലപ്പം നമ്മൾ നമുക്ക് അവിടെ പോയി സാധനം മോട്ടിക്കാം, അല്ലെങ്കിൽ അത് പോയി എടുക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് പേടി, എനിക്ക് വരണില്ല എന്നൊരു കുട്ടി പറയണതേ കഴിഞ്ഞ ജന്മത്തിൽ അവൻ മോഷണം തെറ്റാണ് എന്ന് എന്തൊക്കെയോ അനുഭവിച്ച് പഠിച്ച ആത്മാവായോണ്ടാണ് അടുത്ത ജന്മത്തിൽ കുട്ടിയായിരിക്കുമ്പോഴേ കൂടെ നിൽക്കാതെ. അല്ലാതെ വീട്ടിൽ പഠിപ്പിക്കുന്നത് മാത്രമല്ല. അപ്പോൾ അച്ഛൻ കള്ളനാണെങ്കിൽ പോലും അച്ഛൻ്റെ കൂടെ മോട്ടിക്കാൻ ഞാൻ വരണില്ല അച്ഛാ, എനിക്ക് പറ്റൂല എന്നൊരു കുട്ടി പറയണമെങ്കിൽ അവൻ കഴിഞ്ഞ ജന്മങ്ങളിൽ ഇത് പഠിച്ച മനസ്സാണ്. അപ്പം അത് അങ്ങനെ ജനിക്കാറുണ്ട്. പിന്നെ ദുർമരണപ്പെട്ട് മോചനം ലഭിച്ചിട്ടില്ലല്ലോ, ആഗ്രഹം തീർന്നിട്ടില്ല. അപ്പം അതിനു വേണ്ടി ആഗ്രഹം തീരാനായി അടുത്ത ജനിക്കുന്ന ഇതുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ജനിച്ചതിന് ശേഷം പകരം വീട്ടാനായിട്ടൊക്കെ ചില ജന്മങ്ങൾ അടുത്ത് വരാറുണ്ട്. രണ്ടാമത് പറഞ്ഞ വിഷയത്തിൽ പെടുന്നതാണ് അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ പൂർവ്വജന്മം. കാരണം അദ്ദേഹത്തെ കൊന്ന് അച്ചൻകോവിലാറ്റിൽ തള്ളിയതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ആഗ്രഹം പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ അടുത്ത ജന്മത്തിൽ എന്തൊക്കെയായിരുന്നു ആഗ്രഹം അത് തീർക്കാൻ വേണ്ടി അടുത്ത ജന്മം എടുത്ത് ഈ ജന്മത്തിൽ അദ്ദേഹം രാജാവിന്റെ മന്ത്രിയായി. അതായത് കേരള ഗവർണറെ പിന്നെ ആഗ്രഹം തീർക്കും. കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം. തീർക്കും. അങ്ങനെ ആഗ്രഹം തീർത്ത് പോവും. ഇത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മുടെ ഗൃഹനിലെ ഈ ഓലയൊക്കെ എടുത്ത് കണ്ടുപിടിച്ച് പറയുന്നത് ഇപ്പൊ എന്റേതും നിങ്ങളുടെതൊക്കെ അവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണും. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അത് ഒരു വ്യക്തി മരിക്കുമ്പോൾ അവൻ മരണപ്പെട്ടല്ലോ. അപ്പൊ അവൻ ആ വ്യക്തി മരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്നുള്ളതെല്ലാം ആൾറെഡി ഉണ്ട്. മരിച്ചതിന് ശേഷം ഈ വ്യക്തി സൃഷ്ടാവതയോട് കണക്ഷൻ വന്നു കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഈ വിധി മാറണത്. മറ്റത് വിധി അതേപോലെ വരണതാണ്. അവരുടെ ഗ്രഹനില അനുസരിച്ച് കാര്യങ്ങൾ വരും. കാരണം അവൻ ദൈവമായിട്ട് കണക്ഷൻ വരാതെ ഒരിക്കലും അതിൽ നിന്ന് മാറൂല. കാര്യം മറ്റേ അദൃശ്യ ശക്തികളാണ് ഈ ഗ്രഹനിലയോടെ അവൻ അതേപോലെ ജീവിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. അത് ദുർമരണം വരെ ചിലപ്പം എഴുതി വെച്ചേക്കും. ഇതിൽ നിന്ന് എപ്പോഴാണോ ഒരു മനുഷ്യന് ചേഞ്ച് ആവാം. അവനാ ദൈവമായിട്ട് കണക്ഷൻ വന്ന് ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരു ലെവലിൽ വരുന്നാൽ പിന്നെ അവൻ്റെ വിധി മാറും. മാറിയില്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും അടുത്ത ജന്മം ഇനി ഇങ്ങനെ ജനിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് എഴുതി വെക്കാം. അപ്പോൾ ആ വ്യക്തിക്ക് അടുത്ത ജന്മം ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെ ജനിച്ച് മരിച്ച ഒരാൾ അടുത്ത ജന്മത്തിൽ ജനിക്കുമെന്നും ജനിക്കുമ്പോൾ ഇന്ന അച്ഛൻ്റെ പേരിലുള്ള ആളായിരിക്കും, അമ്മയ്ക്കുടെ പേര് ഇതായിരിക്കും, മക്കളുണ്ടെങ്കിൽ ഇതെല്ലാം പ്ലാൻഡാണ്. പിന്നെ അടുത്ത ജന്മം പ്ലാൻഡാണ്. ജനിച്ചതിന് ശേഷം പിന്നെ പുള്ളി അവൻ്റെ വിധി അവൻ മാറ്റുന്നതാണ്. അതാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് നമ്മളെ വിധി മാറ്റാമെന്ന് പറയാം. നമ്മൾ ജനിച്ചു, ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു, ഗ്രഹനിലയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിത് മാറണം എന്ന് അതിയായി ആഗ്രഹിച്ച് നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ നമ്മളെ വിധി മാറും. മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ പറഞ്ഞേക്കുമ്പോൾ തന്നെ സംഭവിക്കും. പക്ഷെ ഇപ്പം ഗ്രഹനിലയെ ഹരിച്ചും കുണിച്ചും എഴുതുന്ന ആൾക്കാരൊക്കെ കുറേ കള്ളന്മാരൊക്കെ ആയതുകൊണ്ടാണ് കംപ്ലീറ്റ് തെറ്റിപ്പോണത്. കറക്റ്റ് പ്രസവം, ആ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള പ്രസവം സിസേറിനൊന്നും ആവരുത്. കറക്റ്റ് പ്രസവിച്ച് കറക്റ്റ്
ജനിച്ച് കറക്റ്റ് ഗ്രഹനിലയൊക്കെ ഹരിച്ച് ഗുണിച്ചൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ അവൻ്റെ മരണം വരെയുള്ള കാര്യം അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പൊ ഇതില് ആളുകൾ ചോദിക്കുന്നത് ഇദ്ദേഹം ഒരു IPS ഓഫീസർ അല്ലേ, ഇദ്ദേഹത്തിന് ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ? അന്ധവിശ്വാസം എന്നിങ്ങനെ പറയാൻ പറ്റും? നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന എന്തും അന്ധവിശ്വാസം. ഇപ്പൊ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന അന്ധമായി വിശ്വസിച്ചാലും അവനും അന്ധവിശ്വാസിയാണ്. അവൻ ദൈവം ഇല്ലെന്ന് അന്ധവിശ്വാസി. പലർക്കും പല അനുഭവമുണ്ട്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ കൈ ഈ കൈക്കകത്തൊരു വേദന ഉണ്ടെന്ന് വെച്ചോ, ഇത് ഡെയിലി 3 മണിക്ക് വേദനിക്കണമെങ്കിൽ ഞാൻ പറയണത് ഡെയിലി 3 മണിയാകുമ്പോൾ എൻ്റെ കൈ വേദനിക്കും എന്ന് പറയണത് മറ്റൊരു അന്ധവിശ്വാസം. അനുഭവിക്കുന്ന എനിക്കല്ലേ അറിയോ കറക്റ്റ് 3 മണിക്ക് ഇത് വരും എന്നുള്ളത്. ഇത് വെളിയിൽ നിന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതാണ് വേദന എന്ന് എങ്ങനെ കാണിച്ചു കൊടുക്കാൻ? ഇതിനകത്ത് അലക്സാണ്ടർ സാർ തന്നെ എന്നോട് പറയുന്നുണ്ട്, പുള്ളി അനുഭവിച്ചു. അല്ല, പിന്നീട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടായിരുന്നു, ഇങ്ങനെ ആളുകൾ ജീവിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ കാമുകിയുടെ വീട് എവിടെയായിരുന്നു, അവിടെ പോയ കഥകളും ഒക്കെ അദ്ദേഹം പിന്നീട് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഇത് എൻ്റെ മെസ്സേജൊക്കെ എൻ്റെ മെസ്സേജിൽ കേട്ടുന്ന ചിലവർക്ക് കഴിഞ്ഞ ജന്മം കാണിച്ചു കൊടുത്തായിട്ട് അവരെൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അവരങ്ങനെ സ്ഥലം അന്വേഷിച്ച് പോയായിട്ട് അവരന്വേഷിച്ച് പോയി അങ്ങനെ ഒരു സ്ഥലത്ത് ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ കാലഘട്ടം ഒരുപാട് മാറിപ്പോയി. അങ്ങനെ ആളെന്നല്ല, അങ്ങനത്തെ ഒരു സമൂഹം അവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഒരു കാലത്ത് ഇങ്ങനെ ചില ദുരന്തങ്ങളോട് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ കണ്ട കാഴ്ച വെച്ചിട്ട് അന്വേഷിച്ചപ്പം അങ്ങനെ ഒരു സമൂഹവും ഒരു ഇത് ആ സമയത്ത് ഉണ്ടായിരുന്നതായിട്ട് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയില്ലേ? അല്ലാതെ ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം ഈ കിനാവും കണ്ടിരുന്ന ഭാവനയിൽ ഉണ്ടാക്കിയതല്ലല്ലോ. അദ്ദേഹം വളരെ രസകരമായി സീരിയസ് ആയിട്ടും ഒക്കെ പറയുന്ന ഒരു കഥയുണ്ട്. അദ്ദേഹത്തെ കൊല്ലത്തെ വീട്, ആ വീട് നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിലാണ്. പണ്ടത് വേണാട് രാജകുടുംബത്തിന്റെ വകയായിരുന്നു എന്ന് റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്ന സ്ഥലവും ഒക്കെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ പൊളിച്ചപ്പോൾ കുറെ പഴയ കല്ലറകൾ ഉണ്ടായിരുന്നു. അന്ന് പുറത്ത് ചാടിയ ആത്മാക്കൾ ഈ ആ ഭാഗത്ത് ചുറ്റിക്കറങ്ങി നടന്നതായിട്ടും അദ്ദേഹം റൂമിൽ വായനയിലും എഴുത്തിലിരിക്കും ഒരു ആത്മാവ് വന്നതും അതിനെ അവിടെ നിന്ന് തെറി വിളിച്ച് ഓടിച്ചതും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആളുകളൊക്കെ ഇതിനെ വലിയ പുള്ളിക്ക് എന്താണ് സംഭവിച്ചത്? ഇത് അനുഭവമാണത്. നമ്മളെ ഉപബോധ മനസ്സ് കുറച്ച് പവർഫുൾ ആവുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി ഏത് മനുഷ്യനും പറ്റും, ആർക്കും പറ്റും. അതിനൊക്കെയാണ് ധ്യാനിക്കുക എന്നൊക്കെ പറയുന്നത്. ചിലർക്ക് ധ്യാനിക്കേണ്ട, കഴിഞ്ഞ ജന്മത്തിൽ ധ്യാനിച്ച് ഈ ഒരു കപ്പാസിറ്റി ഉള്ളൊരു ആളാണെങ്കിൽ അടുത്ത ജന്മത്തിൽ സ്വാഭാവികമായിട്ട് ഈ സമയം ഇത് വന്നിരിക്കും. പ്രത്യേകിച്ച് ധ്യാനിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തൊന്നും ഇരിക്കണ്ട. ഇപ്പം എനിക്ക് തന്നെ ഞാൻ ധ്യാനിച്ചൊന്നും അല്ല എനിക്ക് കണക്ഷൻ കിട്ടിയത്. എൻ്റെ കുട്ടിക്കാലം മുതലേ ഏതൊരു ശക്തി എന്നോട് സംസാരിക്കുന്ന അനുഭവം എനിക്കുണ്ട്. എൻ്റെ വിചാരം എല്ലാ മനുഷ്യർക്കും ഇങ്ങനെയാണെന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്നെ ആരോ എന്നെ നിയന്ത്രിക്കുന്നു, എന്നോട് ഇടപെടുന്നു എന്ന് ഞാൻ അനുഭവിച്ചതാണ്. അതേപോലെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ്. അത് അനുഭവിക്കുന്നവർ ഞാനിങ്ങനെ അനുഭവിച്ചു ഇത് എന്ന് പറയുമ്പോൾ മറ്റൊരാൾ എങ്ങനെ ഇത് കള്ളമെന്ന് പറയാൻ പറ്റും? അവരുടെ അനുഭവം വേറെ ആയിരിക്കില്ലേ? ഇപ്പോൾ ഓരോരുത്തൻ്റെ വീട്ടിൽ കയറി ചെന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് അവനെ ചിലപ്പം ഇറിറ്റേറ്റഡ് ആയിട്ടായിരിക്കും ആ വീട്ടുകാർ അവൻ്റെ ഇടപെട്ടത്. വേറൊരാൾ ചെന്നപ്പോഴത്തേക്കും അവർ ചിലപ്പോൾ നല്ല കാര്യമായി നോക്കി കാണും. അപ്പം യവൻ എന്ത് വിചാരിക്കും? മറ്റേ ആ വീട്ടുകാർ ഇങ്ങനെയാണ്, മറ്റവനത് അംഗീകരിക്കാൻ പറ്റുമോ? അവൻ ചെന്നപ്പോൾ അവൻ നല്ല രീതിയിൽ ഇടപെട്ടില്ല അവർ. അപ്പം ഇത് അവൻ്റെ അനുഭവം. ഇത് യവനിനി ആര് പറഞ്ഞാലും അവരെ സ്വഭാവം ഇങ്ങനെ തന്നെ അവൻ പറഞ്ഞാലും. ചില ആളുകൾ ഈ ഫോണിൽ വിളിക്കും, ഷൂട്ടിന്റെ ഇടയിലൊക്കെ നമ്മൾ ഷൂട്ടില്ല തിരിച്ചു വിളിക്കും എന്ന് പറഞ്ഞിട്ട് കട്ടി എന്ന സമയം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വിളിച്ച് നമ്മൾ കാര്യമായിട്ട് സംസാരിക്കും. ഈ രണ്ടുപേർക്കും വിളിക്കുന്ന ഒരാളെയാണ്, അനുഭവിക്കുന്നത് രണ്ട് രീതിയിലാണ്. അപ്പൊ അവര് ഇവനെന്ത് വീഡിയോക്കകത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വിളിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഏത് അവസ്ഥയിൽ ഇരിക്കുകയാണെന്നുള്ളത് അവർക്ക് അതാണ് ഈ അനുഭവങ്ങൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ്. അപ്പൊ അവനവൻ അനുഭവിക്കുന്നത് അവനവൻ വെച്ചോണ്ടിരിക്കുക, അതിനെ സ്ഥാപിക്കാനോ തർക്കിക്കാനോ പോകരുത്. പക്ഷേ അനുഭവങ്ങൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞാലല്ലേ അടുത്ത തലമുറയിലേക്ക് ഡോക്യുമെന്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെയും ആളുകൾ പറയുക. ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പറയാണ്, ഇതൊക്കെ ശരിയാണോ തെറ്റാണെന്ന് ആരും വിശ്വസിക്കണമെന്നില്ല. കാരണം എന്നോട് ഇടപെടുന്ന ദൈവം പറയുന്നത് ഈ കാര്യങ്ങൾ പറയുക. 1000 പേര് 100 പേര് കേട്ട ഒരാളായിരിക്കും ചിലപ്പോൾ ഇത് കറക്റ്റ് ഇതേപോലെ എന്ന് വിശ്വസിക്കുന്നത്. 1000 പേര് കേട്ട ചില 10 പേര്, ചിലപ്പോൾ 100 പേര്, അത്രയൊക്കെ പ്രതീക്ഷിക്കാവൂ. അപ്പം എൻ്റെ ഡ്യൂട്ടീസ് എന്താണ്? എനിക്ക് കിട്ടിയ അറിവുകളും എനിക്ക് പറഞ്ഞെന്ന കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കുക. അപ്പം നമ്മൾ ഫലം വെച്ചിരിക്കുന്നില്ല, ഇത് അറിഞ്ഞിരിക്കണം, അത് അവരൊക്കെ വിശ്വസിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. ഇത്തരത്തിലുള്ള പ്രേതങ്ങളെ, ഭൂതങ്ങളെ, ആത്മാവിനെ കണ്ടിട്ടുണ്ട്. അതെയോ, ഞാൻ എത്രയോ പ്രാവശ്യം, ഇഷ്ടംപോലെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ അതൊക്കെ പലതും ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ ഇഷ്ടംപോലെ ആത്മാക്കളെ. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഞാൻ കുറച്ച് നാൾ ഈ ജോലിയൊക്കെ ഫുൾ നിർത്തി വെച്ചിട്ട്, ദൈവമായിട്ട് കണക്ഷൻ വന്ന സമയത്ത് ഫുൾ നിർത്തി വെച്ചിട്ട് ഞാൻ എറണാകുളത്തൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത് അതിൻ്റെ അകത്തിരുന്ന് ധ്യാനം 1 വർഷത്തോളം ഒറ്റ ഇരിപ്പാണ്. അത്യാവശ്യം എന്തെങ്കിലും കഴിക്കും, എല്ലാം കഴിച്ച് ഒറ്റ ഇരിപ്പിരുന്ന് പല കാര്യങ്ങൾ. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ആളുകൾ വിചാരിക്കും ഈ 1 വർഷവും കണ്ടിന്യൂസ്ലി അല്ലല്ലോ, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. കിട്ടുന്ന സമയത്ത് വേറെ ചിന്തയൊന്നും ഇല്ലാതെ. കാര്യം ഈ സംസാരമുണ്ട്. അപ്പം എന്നോട് സംസാരിച്ച സംസാരം നിന്റെ ജോലിയും കാര്യങ്ങളെല്ലാം മതിയാക്കി ഞാനുമായി നീ സംസാരിച്ച് കൂടുതൽ കാര്യങ്ങൾ നീ മനസ്സിലാക്കണം. ജോലി നിർത്താൻ പറഞ്ഞു. ഞാൻ നിർത്താൻ പറ്റിയില്ല. എനിക്ക് നിർത്താൻ പറ്റാതെ ജോലി എങ്ങനെ നിർത്തും?
അവസാനം നിർത്തേണ്ട സാഹചര്യം വരുത്തിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ചില ശക്തികൾ നമ്മളെ പിടിച്ച് നമ്മളെ നിയന്ത്രിച്ചു തുടങ്ങിയാൽ നമ്മളെ ഇഷ്ടത്തിന് ഒന്നും നടക്കില്ല. സാഹചര്യം വരുത്തിച്ചു, നിൽക്കേണ്ടി വന്നു, ഞാൻ ഒറ്റയ്ക്ക് പോയി ഇരിക്കേണ്ടി വന്നു. ഇരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല കാഴ്ചകൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ എൻ്റെ റൂമിൻ്റെ ഹാളിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ കണ്ണു തുറന്നപ്പോഴത്തേക്കും കുറേ ആത്മാക്കൾ, കൊച്ചു പിള്ളേരുൾപ്പെടെ ആത്മാക്കൾ ചുറ്റും ഇങ്ങനെ എല്ലാം ഞാൻ ആദ്യം കണ്ടറിനെ പേടിച്ച് പ്രളപ്പെട്ടു. പിന്നീട് ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഞാൻ അങ്ങനെ തന്നെ ഞാൻ കണ്ടതെല്ലാം ഏതാണ്ട് വെള്ള രൂപം പോലെയോ അല്ലെ, അറിയാതെ പുരുഷനാണ് സ്ത്രീയാണെന്ന് മനസ്സിലാവും. അല്ലാതെ കണ്ണ് കൃഷ്ണമണി അങ്ങനെയൊന്നും ഒന്നാമത് ഇതിനൊക്കെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കാൻ നമുക്ക് തോന്നില്ല. അപ്പോൾ തന്നെ തലയൊക്കെ കുറിച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കാനേ പറ്റുള്ളൂ. കാര്യം എങ്ങനെ സൂക്ഷിച്ച് നോക്കി, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നോക്കി, ഇങ്ങനെ പതറി നോക്കി. അപ്പം ഞാൻ തന്നെ അകത്ത് ഇങ്ങനെ ചോദിച്ചത്, ഇത് ആരാണ്, ഇവരെന്തിന് എൻ്റെ കൂടെ ഇങ്ങനെ, ഇവർ എന്നെല്ലാം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഈ ഫ്ലാറ്റ് ഇരിക്കുന്ന സ്ഥലം പണ്ടൊരു കായലായിരുന്നു. ഒരു ബോട്ട് അപകടത്തിൽ ദുർമരണപ്പെട്ട ആത്മാക്കളാണ് ഇതെല്ലാം. അതിൽ നെഗറ്റീവ് ആത്മാക്കളുണ്ട്, പോസിറ്റീവ് ആത്മാക്കളുണ്ട്, എല്ലാം കറങ്ങിടക്കുകയും. ഒരാൾ വന്നിരുന്നും കൊണ്ട് ദൈവികമായ ഒരു കണക്ഷനൊക്കെ വെച്ചും കൊണ്ട് ഒരാൾ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ ആ പുള്ളിയെ കാണാൻ വന്ന് നിൽക്കുകയാണ് ഇങ്ങനെ എല്ലാവരും കൂടെ. ആര് അവർക്കറിയാമല്ലോ നമ്മളെ ആത്മാവിനെ അവർക്ക് റെഡി ചെയ്യാൻ പറ്റും. അങ്ങനെ വന്ന് നിൽക്കണതാണ് ഈ വെള്ള ആത്മാക്കളായിട്ട് ഞാൻ കാണുന്നത്. ചില രൂപം പോലെ ചില നെഗറ്റീവ് ആത്മാക്കൾ കുറച്ച് അപ്പുറത്ത് കറങ്ങി അവരും നടപ്പുണ്ട്. ഇതൊക്കെ അപ്പം അങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം ഇതെങ്ങനെ ഇവരിവിടെ നിൽക്കുന്നത്? അപ്പം ഇത് ഈ മറ്റു ഡയമെൻഷനിൽ ഇവരിങ്ങനെ ഉണ്ട്. ഇവർ തിരിച്ച് പോയി പറ്റിയിട്ടില്ല. അവർ സമയമാവണവരെ അവർ കറങ്ങിയൊക്കെ നിൽക്കും. ഇനി പോകണമെന്ന് അധികം ആഗ്രഹിക്കുന്നവർ അങ്ങനെ അവരെ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ മറ്റു ശക്തികൾ അവരെ അടുത്ത ഡയമെൻഷനിലോട്ട് കൊണ്ടുപോകും. ഈ രക്തം കൊതിക്കുന്ന അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഉണ്ട്. അത് അങ്ങനെ ഉള്ളവരായിരിക്കും. അവർ ജീവിച്ചിരിക്കുമ്പോഴേ അവർ നെഗറ്റീവ് മൈൻഡുള്ള ആൾക്കാരെ അടിച്ചിട്ട് കൊല്ലും. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ ഇപ്പോൾ ഒരു അഹോരി ആയിട്ട് നടക്കുന്ന, രക്തം കുടിച്ച് നടക്കുന്ന ഒരു അഹോരി ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ ഒരു ലാത്തി ചാർജിലോ വല്ല സമരത്തിനിടയിൽ അടിച്ചങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് പല പ്ലാനുകൾ ഇനി കാണും ഭൂമിയിൽ. അപ്പോൾ പുള്ളി ചിലപ്പോൾ അടുത്ത രക്തം കുടിക്കാൻ നടക്കും. പുള്ളി അതിലേ കുടിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ നെഗറ്റീവായി നിൽക്കുന്ന ആത്മാക്കൾ. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരു പള്ളിയിലച്ഛൻ അല്ലെങ്കിൽ ഒരു മതപുരോഹിതൻ ഏതെങ്കിലും ഒരു അമ്പലത്തിലെ പോറ്റി, ഈ പുള്ളിക്ക് ഒരു വിഷയം വന്ന് പ്രശ്നം വന്ന് പുള്ളി കയറി ആത്മഹത്യ ചെയ്താൽ പുള്ളിന് ആത്മാവ് വന്ന് എല്ലാവരും സഹായിക്കുന്നതാണ് വിചാരം. ഇത് നെഗറ്റീവാണ്. ജീവിച്ചിരുന്നപ്പോൾ എന്തായിരുന്നു പോസിറ്റീവ്. ഇനി വണ്ടി ഇടിച്ച് മരിച്ചാലും പുള്ളിയുടെ മനസ്സ് നെഗറ്റീവാണ്. പുള്ളി പുറമേ നമ്മളെ കബളിപ്പിച്ചാണ് ഇങ്ങനെ ഈ പുരോഹിത വസ്ത്രം ഇട്ടിരുന്നെങ്കിൽ പുള്ളിയുടെ ആത്മാവുണ്ടല്ലോ, എനർജി, പുള്ളിയുടെ മനസ്സ് നെഗറ്റീവ് ആണെങ്കിൽ ഈ ആത്മാവ് മരിച്ചതിന് ശേഷം നെഗറ്റിവിറ്റിയെ കാണിച്ചു നടക്കുകയുള്ളൂ. ഒരിക്കലും അത് പോസിറ്റീവ് ആവില്ല. അപ്പം നമുക്കറിയാം, നമ്മൾ നോക്കുമ്പോൾ പുറമെ ചിരിച്ച് ഫവീതോടി തൊഴുത് ഒക്കെ നടന്ന ഒരാളായിരിക്കും, ദുർമരണപ്പെട്ടിട്ടായിരിക്കും ശല്യം ചെയ്യാൻ നടക്കുന്നത്. അപ്പം ആ അകത്ത മനസ്സ് എന്താണ്, അതനുസരിച്ചാണ് ഇത് രക്തം കുടിക്കണോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അലക്സാണ്ടർ ജേക്കബ് സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ്. കേൾക്കുക,